നമ്മുടെ നാട്ടിലൊരു ചൊല്ലുണ്ട് കള്ള ബഡുവ എന്ന്. അതേപോലത്തെ ഒരു കള്ള ബഡുവയാണ് നെതന്യാഹു എന്ന് എല്ലാ വട്ടവും തെളിയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വീണ്ടും ഇപ്പം അമേരിക്ക എങ്ങനെയെങ്കിലും ഇത് നൂരാൻ നിൽക്കുകയാണ്. അതായത് ഒമാൻ്റെ ആളുകളെ വിളിച്ച് അങ്ങോട്ട് ഹോർമോസിൻ്റെ കാര്യത്തിൽ ചർച്ചയ്ക്ക് അയക്കുന്ന, പാകിസ്ഥാനെ വിളിച്ചിട്ട് മൊത്തം യുദ്ധത്തിൻ്റെ കാര്യത്തിൽ ചർച്ചയ്ക്ക് അയക്കുന്ന, ഇതെങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് തീർത്തിട്ട് തടിയൊരി പോകണം എന്നാണ് ട്രംപ് വിചാരിക്കുന്നത്. കാരണം ട്രംപിൻ്റെ ജനസമ്മിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം അമേരിക്കൻ ജനങ്ങളുടെ ഇടയിൽ വെറും 30-35% കുറഞ്ഞു. ഈ സ്വന്തം പാർട്ടി തന്നെ 10-60% മാത്രമേ ട്രംപിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുള്ളൂ, ഈ ഒരു ഒറ്റ യുദ്ധം കാരണം. അതിൻ്റെ ഇടയ്ക്ക് എങ്ങനെയെങ്കിലും യുദ്ധം നിർത്തണം എന്ന് വിചാരിക്കുമ്പം ഈ കള്ള ബഡുവ നെതന്യാഹു ആണെങ്കിൽ എന്തെങ്കിലും ഇടങ്കോലിട്ട് വന്നുകൊണ്ടിരിക്കും. പിന്നെ നെതന്യാഹുവിൻ്റെ കയ്യിലാണല്ലോ പല ഫയലുകളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇയാൾക്കട്ട് അതിന് തര ഒരു പോരാനും പറ്റില്ല. ആ അവസ്ഥയിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ ഇന്നലെ ഇന്ന് രാവിലെ വരെ നമ്മളെന്താ കേട്ടത്, യുദ്ധം നിൽക്കാൻ പോകുന്നത്, ഹോർമോസ് എപ്പത്തും തുറക്കും, യുദ്ധമൊക്കെ നിന്ന് ഇപ്പൊക്കെ സെറ്റാവും, ഇറാൻ ആകെ ഭയങ്കര ബുദ്ധിമുട്ടിലാണെന്നൊക്കെ പറഞ്ഞുള്ള പല വാർത്തകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ. പക്ഷേ യഥാർത്ഥത്തിൽ ഇറാൻ ഒരു രീതിയിലും വിട്ടുകൊടുത്തിട്ടില്ല. നമ്മൾ ഈ കണ്ടതും അല്ലെങ്കിൽ ഇപ്പം ഒമാൻ പ്രതിനിധി വന്നു, അല്ലെങ്കിൽ ഒമാൻ്റെ വിദേശകാര്യ വക്താക്കൾ വന്ന് സംസാരിച്ചു, കാര്യങ്ങൾ പറഞ്ഞു പോയപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്തു, സ്ട്രേറ്റ് ഓഫ് ഹോർമൂസ് തുറക്കാൻ പോവാണ്, ഇറാൻ എല്ലാം വിട്ടുകൊടുക്കാൻ പോവാണ്, ഇനിയൊരു പ്രശ്നമില്ലാന്ന്. സത്യത്തിൽ അവിടെ എന്താ നടന്നത്? ഈ ഒരു ഒമാനുമായിട്ടുള്ള ചർച്ചയിൽ വളരെ ക്ലിയറാണ്. സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിൻ്റെ കൺട്രോൾ ഇനി മുതൽ ആരാണ് ചെയ്യാൻ പോകുന്നത്? ഇറാൻ ചെയ്യും. ഇറാൻ്റെ കൂടെ ഒരു പാർട്ട്ണറായിട്ട് ഈ പറഞ്ഞ ഒമാൻ ഭാഗങ്ങൾ, ഒമാൻ ഉൾക്കടലും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഒമാൻ ഒരു പാർട്ട്ണറാക്കി വെക്കും. അതിൽ കൂടെ ഏതൊക്കെ കപ്പലുകൾ പോകണം, അതിന് കിട്ടുന്ന വരുമാനം, ടോള്, അതിൻ്റെ ഒരു വിഹിതം ഞങ്ങൾ ഒമാനും കൊടുക്കും എന്നാണ് പറഞ്ഞത്. അതല്ലാണ്ട് അമേരിക്കൻ കപ്പലുകളും ബാക്കിയുള്ള കപ്പലുകളും അമേരിക്കയുടെ വാലാട്ടി കപ്പലുകളും ഇസ്രായേലിൻ്റെ വാലാട്ടി കപ്പലുകളും അതെല്ലാം പോകും എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. നമ്മുടെ വാർത്താ ചാനലുകൾ ഇതെല്ലാം ഊതി വീർപ്പിച്ച് ഇറാൻ തോറ്റേതോ അമേരിക്കയുടെ മുമ്പിൽ വീണേന്നൊക്കെ വെറുതെ അടിച്ച് കയറ്റി വിടുന്നതാണ്. ഈ ഒരു ചർച്ചയിൽ ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. ആ ഡയലോഗും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇസ്ലാമാബാദ് കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ പ്രതിനിധികൾ വന്ന് പോയ സമയത്ത് ഒരു പ്രതീക്ഷയൊക്കെ കൊടുത്തു എന്നുള്ള വാർത്തകൾ നമ്മൾ കണ്ടു. പക്ഷേ അതിനുശേഷം അതിനെപ്പറ്റി ഒരു കാര്യമില്ല. അതേ സമയത്താണ് ഇന്നലെ ട്രംപ് വന്നിട്ട് സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിലെ മൈനുകളൊക്കെ ഞങ്ങൾ മാറ്റിയിട്ട് നിങ്ങൾ കപ്പൽ ഓടിച്ചോ എന്ന് പറഞ്ഞിട്ട് അതിന് വ്യക്തമായിട്ടുള്ള മറുപടി അപ്പം തന്നെ ഇറാൻ കൊടുത്തു. അങ്ങനെ ഓടിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം നിങ്ങളുടെ കപ്പൽ ഓടിക്കുന്ന പറഞ്ഞു. നിങ്ങളുടെ ജോർജ് ബുഷും അല്ലെങ്കിൽ പിന്നെ എബ്രഹാം ലിങ്കൺ തിരിച്ചു പോയില്ലേ? അത് ശരിയാ, കക്കൂസ് ബ്ലോക്കായിട്ട് എബ്രഹാം ലിങ്കൺ തിരിച്ചു പോയിട്ടുണ്ട്. ബാക്കി നിങ്ങളുടെ ജോർജ് ബുഷും ജെറാഡ് ഫോർഡും ഒക്കെ ഇവിടെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് ആദ്യം ഒട്ടിക്കുന്ന ഈ ആര് പറഞ്ഞത്, നമ്മുടെ ഇറാൻ പറഞ്ഞത്. അത് ഇറക്കൂല, അതിൽ കൂടെ വേറെ വല്ല കപ്പൽ ഓടിച്ചൂല, മൈന് തട്ടി പൊട്ടിക്കഴിഞ്ഞപ്പോൾ ഒരു മൈനോടെ ബാക്കിയുണ്ടെന്ന് പറയും. ഇത്ര ഗതികെട്ട ഒരു പ്രസിഡന്റും അമേരിക്കൻ പ്രസിഡന്റും അമേരിക്കയുടെ പട്ടാളും ആദ്യമായിട്ടാണ് ഈ അവസ്ഥയിൽ എത്തിയിട്ടുള്ളത്. അതായത് ഇറാൻ്റെ ആർമിയാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ആ ഒരു സംഭവം കൂടെ പറഞ്ഞിട്ടുള്ളത്. അതായത് ഹോർമോസ് കടലിടുക്കിൻ്റെ കംപ്ലീറ്റ് നിയന്ത്രണം ഞങ്ങളുടെ കയ്യിൽ തന്നെയാണ്. പേർഷ്യൻ ഗൾഫിൽ ശത്രുക്കളുടെ യുദ്ധക്കപ്പലുകൾ ഇപ്പോൾ ഒന്നുമില്ല, അതങ്ങോട്ട് വന്നിട്ടില്ല. ഇനി എല്ലാ യുദ്ധക്കപ്പലുകളും ഹോർമോസ് കടലിൽ നിന്ന് ഏകദേശം 400 കിലോമീറ്റർ ദൂരത്താണ് നിൽക്കുന്നത്. അത് എവിടെയൊക്കെ നിൽക്കുന്നത് ഞങ്ങൾക്കറിയാം. ഒരു 400-500 കിലോമീറ്റർ ഇടയിലാണ് ഈ പറഞ്ഞ കപ്പലുകളൊക്കെ നിർത്തിയിട്ടിട്ടുള്ളത്. അപ്പം സൈന്യവും പ്രാദേശികവുമായിട്ടുള്ള വീക്ഷണ കോണിൽ നോക്കുമ്പോൾ ഇറാൻ്റെ അനുമതിയും നിയന്ത്രണവും ഇല്ലാതെ ഒരു കപ്പലും ഈ കടലിടുക്കൂടെ കടന്നു പോകാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്നാണ് ഹോർമോസ് ഡീലിൻ്റെ ഭാഗമായിട്ട് ഇപ്പം ഇറാൻ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. നമുക്ക് റവന്യൂ ഷെയർ ചെയ്യാം അത് ഒമാനുമായിട്ട് എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത്രേ സംഭവമുള്ളൂ. അപ്പോൾ മൈനുകൾ നീക്കം ചെയ്തൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതൊന്നും എവിടെയൊക്കെ സാധനം വെച്ചതെന്നുള്ള ഞങ്ങൾക്ക് നല്ല പോലെ അറിയാം എന്ന് ഈ ഇറാൻ്റെ ഭാഗത്തുനിന്ന് വ്യക്തമായിട്ടുണ്ട്. അതൊക്കെ ഇന്ന് രാവിലെ കഴിഞ്ഞ കാര്യങ്ങളാണ്. അത് കഴിഞ്ഞപ്പോഴേക്കാണ് നെതന്യാഹു എന്ന് പറഞ്ഞത് ഒരു തരം ഡീലിലും ഞാൻ സമ്മതിക്കില്ല, ഇതൊന്നും ഡീലൊന്നും വെച്ച് ഇറാനുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല, അതുകൊണ്ട് യുദ്ധം തന്നെ മുന്നോട്ട് പോയാൽ മതി എന്നാണ് പറയുന്നത്. കാരണം ഇതിപ്പം ഓഗസ്റ്റായി, സെപ്റ്റംബർ ഒക്ടോബറിൽ അവിടെ ഇലക്ഷൻ വരികയാണ്. ഒരു വലിയ യുദ്ധം ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം. മറ്റോടത്താണെങ്കിൽ സിറിയനെ തൊടാൻ പോയി കഴിഞ്ഞാൽ ഇനിയിപ്പം ഈ തുർക്കിയും കൂടെ അതിൻ്റെ ഭാഗമായിട്ട് വരും. അപ്പം ഒരു രീതിയിലും യുദ്ധം അവസാനിപ്പിക്കാണ്ടിരിക്കാൻ ഗസയിൽ എന്നും കൊണ്ട് രാത്രി 4-5 ബോംബിട്ട് അവിടുത്തെ കുട്ടികളെ കൊന്നുകൊണ്ടിരിക്കും, അവിടുത്തെ ആളുകളെ കൊന്നുകൊണ്ടിരിക്കുക, അവിടെ ഒരു യുദ്ധ സാഹചര്യം ഉണ്ടാക്കുക. ഈ പറഞ്ഞ അമേരിക്കൻ എങ്ങനെ ചൂട് പിടിപ്പിച്ച് മൂട്ടിൽ ഇങ്ങനെ പൊള്ളിച്ച് ഇറാനിൽ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുക. ഇത് ചിന്ത മാത്രമുള്ള ഒരു വെറും ചെകുത്താൻ, ഞാൻ പറഞ്ഞ കള്ള ബഡുവ, അത്രയേ ഉള്ളൂ ഇയാളെ പറ്റി പറയാൻ. നെതന്യാഹുവിനെ പറ്റി പറയാൻ അതിൻ്റെ അപ്പുറത്തോട്ടുള്ള വേർഡുകളൊന്നും വേണ്ട. പിന്നെ പിശാചെന്നോ ചേറ്റാന്നോ നായിന്നോ ഒക്കെ അങ്ങ് വിളിക്കുക, അതൊക്കെ സത്യമുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. ലോകത്ത് ഏറ്റവും വെറുക്കപ്പെടുന്ന ഒരു ഭരണാധികാരിയും അല്ലെങ്കിൽ അവിടുത്തെ ആളുകളാന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ നാട്ടിൽ സംഘികൾ ഒഴികെ ബാക്കി ലോകത്തിൻ്റെ ഒരു വലിയ വിഭാഗം ആളുകളും ഇവരെ വെറുത്തോണ്ടിരിക്കുക എന്നുള്ളത് ആണ് അതിൻ്റെ സത്യം. അതുപോലെ തന്നെ ഈ ചർച്ചകളൊക്കെ മുന്നോട്ട് പോകുന്ന സമയത്ത് തന്നെ ഇറാൻ്റെ സുപ്രീം കോർട്ട് ഹെഡ് അതായത് ഖാലിബാബും പിന്നെ അവിടുത്തെ വിദേശകാര്യ വക്താക്കളും തമ്മിൽ സംസാരിച്ചിട്ടുള്ളൊരു ഇൻ്റർവ്യൂ ഇപ്പം ഇന്ന് പുറത്തു വന്നിട്ടുണ്ട്. ഈ ഇൻ്റർവ്യൂവിൽ അവർ പറഞ്ഞിട്ടുള്ളത് ഈ ഒരു ഡീല് നടക്കണമെങ്കിൽ ഈ ഇസ്ലാമിക് മജ്ലിസ് പ്രസിഡന്റ് പുള്ളിയാണ് പറഞ്ഞിട്ടുള്ളത്, അതായത് പണമായിട്ട് നമ്മുടെ കുടിശ്ശിക ലഭിക്കണം എന്നാണ് ഇറാൻ പറഞ്ഞിട്ടുള്ളത്.
നിങ്ങൾ എന്ത് സാങ്ഷനും കാര്യങ്ങളും ചെയ്തോ, ഞങ്ങളുടെ അടുത്തുനിന്ന് എടുത്ത് വെച്ചിട്ടില്ല, ഞങ്ങളുടെ പൈസ നിങ്ങൾ അപഹരിച്ച് വെച്ചിട്ടുള്ള സ്ഥലങ്ങളിൽ ഞങ്ങൾക്ക് ആ പൈസ തിരിച്ച് പണമായിട്ട് കിട്ടിയേ പറ്റുള്ളൂ. അധികാരത്തിൻ്റെ വാള് കൊണ്ട് നമ്മളെ അമേരിക്ക പിടിച്ചു വെക്കാമെന്ന് വിചാരിക്കേണ്ടത് നിങ്ങൾ വെറുതെ വിചാരിക്കുകയാണ്. യുദ്ധം ചെയ്തിട്ടാണെങ്കിലും ഞങ്ങൾക്കത് കിട്ടിയേ പറ്റൂ. അതുമാത്രമല്ല, ഇറാൻ്റെ മരവിപ്പിച്ച ഫണ്ടുകളും അത് ഞങ്ങളുടെ അക്കൗണ്ടിൽ, അതായത് സെൻട്രൽ ബാങ്കിൻ്റെ നിയന്ത്രണത്തിലുമായിരിക്കണം ആ ഒരു എമൗണ്ട് എന്ന് ഈ ഒരു ഇതിൽ പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം ഇറാൻ്റെ ഈ ഫണ്ട് പിടിച്ചു വെച്ചത്, ഇറാൻ്റെ ഫണ്ട് പിടിച്ചു വെച്ചൊന്നുമില്ല. ഇപ്പം അൽ ജസീറയുടെ കറസ്പോണ്ടൻ്റ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അതായത് അമേരിക്ക ഒരു രീതിയിലും പറ്റാത്തത് കൊണ്ട് ഇറാനെ ബന്ധപ്പെട്ടിട്ടുള്ള, അതായത് ഇറാൻ്റെ അയൽ രാജ്യങ്ങളും ഇറാൻ്റെ അതിർത്തി പങ്കിടുന്ന മൊത്തം 16 രാജ്യങ്ങളാണ് അമേരിക്ക തരം തിരിച്ചെടുത്തിട്ടുള്ളത്. ഈ 16 രാജ്യങ്ങളിൽ ഇവരോട് പറഞ്ഞ് ഇറാനുമായിട്ടുള്ള എല്ലാ സംഭവങ്ങളും സ്റ്റോപ്പ് ചെയ്യുന്നത് നടക്കാത്ത കാര്യങ്ങളാണ്. ഈ പറഞ്ഞ ഇറാനുമായിട്ട് ഈ കാര്യം സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. പല വിദേശ ബിസിനസ് വലിയ പൈസൻ്റെ പരിപാടികൾ ഇതിൻ്റെ ഇടയിൽ കൂടെ നടക്കുന്നുണ്ട്. അമേരിക്കൻ ഡോളർ വെച്ചിട്ട് മാത്രമല്ല, പല രീതിയിൽ ഇവിടെ പരിപാടികൾ നടക്കുന്നുണ്ട്. ഡോളർ കടത്തിയിട്ടും അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇറാഖിലും ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ കെട്ടുകണക്കിൽ അമേരിക്ക കൊണ്ട് ചെരിഞ്ഞിട്ടുള്ള ഡോളറുകൾ കടത്തി വരെ ഇറാൻ്റെ ഭാഗത്തു നിന്നുള്ള ഈ ട്രേഡുകൾ ഇവിടെ നടത്തുന്നുണ്ട്. ഇറാഖും ബാക്കി എല്ലാ രാജ്യങ്ങളും, ഈ പറഞ്ഞ UAE നടത്തുന്നുണ്ട്. ഈ പറഞ്ഞ എല്ലാ രാജ്യങ്ങളും ഇറാനുമായിട്ടുള്ള ട്രേഡുകൾ നടത്തുന്നുണ്ട്. പുറത്ത് ഒരു ഭയങ്കര ശത്രുക്കളാണെങ്കിലും ഉള്ളിൽ കൂടി പരിപാടികൾ നടക്കുന്നുണ്ട്. അമേരിക്ക ഈ 14 രാജ്യങ്ങളോട് പറഞ്ഞപ്പം ഒരു 8 രാജ്യങ്ങൾ, ആരാന്ന് പറഞ്ഞിട്ടില്ല, 8 രാജ്യങ്ങൾ അമേരിക്കയോട് പറഞ്ഞത് ഞങ്ങൾ പഠിച്ചു വരികയാണ്, നോക്കട്ടെ, ഞങ്ങൾക്ക് ഒറ്റയടിക്ക് അങ്ങനെ എന്താ പറയുക, നിങ്ങൾ പറഞ്ഞ പോലെ ഈ സെക്കൻഡറി സാങ്ഷൻസിലോട്ട് ഞങ്ങൾക്ക് വരാൻ പറ്റില്ല, അതുകൊണ്ട് ഞങ്ങൾ പഠിച്ചു വരികയാണെന്നാണ് ഒരു ഗ്രൂപ്പ് പറഞ്ഞത്. മറ്റേ ഗ്രൂപ്പിനോട് ചോദിച്ചും പറഞ്ഞത് അതത്ര എളുപ്പമുള്ള കാര്യമില്ല, അങ്ങനെ സ്റ്റോപ്പ് ചെയ്യാന്നുള്ളതൊന്നും എളുപ്പമുള്ള കാര്യമില്ല, അത് നടക്കാത്ത കാര്യമാണെന്ന് വെട്ടിത്തുറന്നവർ പറഞ്ഞിട്ട് 16 രാജ്യങ്ങളും ഇറാനുമായിട്ടുള്ള ബന്ധം നിർത്തുക എന്നുള്ള കാര്യത്തിൽ അത്ര എന്താ പറയുക പോസിറ്റീവായിട്ടുള്ള റിപ്പോർട്ടുകളല്ല അമേരിക്ക കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അമേരിക്ക ഈ മൊത്തം സെക്കൻഡറി സാങ്ഷൻസ് കൊടുത്തു കഴിഞ്ഞാലൊന്നും ഒരു പ്രശ്നം ഉണ്ടാവില്ല. പ്രൈമറി ഓൾറെഡി അമേരിക്കയായിട്ട് വർഷങ്ങളായിട്ടുണ്ട്. ഇനി സെക്കൻഡറിയിലും കൂടെ വരെ പെടുത്തി കഴിഞ്ഞാലൊന്നും ഇറാൻ അതുകൊണ്ടാണ് ഒരു കുലുക്കില്ലാണ്ട് ഇപ്പോഴും നിൽക്കുന്നത്. ഇനി ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഇടയിലുള്ള സമയത്ത് തന്നെ മസൂദ് പെഷഷ്കിയാൻ അടുത്ത ആഴ്ച റഷ്യയിൽ വ്ളാഡിമിർ പുടിനെ നേരിട്ട് കാണാൻ പോവുകയാണ്. അതായത് ഇറാനിൽ പുതുതായിട്ട് സ്ഥാപിക്കാൻ പോകുന്ന ആണവ റിയാക്ടർ പ്ലാന്റ് ഉണ്ടാക്കാൻ പോകുന്നുണ്ട്, എനർജി സോഴ്സിന് വേണ്ടിയിട്ട്. ആ പ്ലാന്റിന് എത്ര $25 മില്യൺ പ്രൊജക്റ്റാണ്. അതിൻ്റെ ധാരണാപത്രം ഓൾറെഡി ഒപ്പുവെച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് അടുത്ത ആഴ്ച പുടിനെ കാണാൻ പോവുകയാണ് ഇത് കൂടുതൽ ഡിസ്കസ് ചെയ്യാൻ. അപ്പോൾ ഈ ഒരു ഡിസ്കഷൻ്റെ ഭാഗത്ത് അവിടെ ഏതൊക്കെ യുദ്ധം നടന്നു കഴിഞ്ഞാലും ഇറാന് കിട്ടാൻ പോകുന്ന സപ്പോർട്ടുകളും അല്ലെങ്കിൽ ഇപ്പോഴും ആണവ പദ്ധതിയിൽ നിന്നൊരു മാറ്റമില്ല എന്നുള്ളതാണ് ഇത് വീണ്ടും തെളിയിച്ചു തരുന്നത്. അമേരിക്കയ്ക്ക് ഒരു രീതിയിൽ മുട്ടുകുത്തിക്കാൻ പറ്റുന്നില്ല. അതായത് ഈ ഒരു പദ്ധതി എന്ന് പറഞ്ഞാൽ തെക്കൻ ഇറാനിലെ ഹോർമോസ്റ്റാൻ പ്രവിശ്യയിലും സിറിക്ക് പ്രദേശത്തും 3ാം തലമുറയിൽ പെട്ടിട്ടുള്ള 4 പുതിയ ആണവോർജ്ജ യൂണിറ്റുകൾ നിർമ്മിക്കാനാണ് ഈ കരാർ ലക്ഷ്യമിട്ടിട്ടുള്ളത്. അതേസമയത്ത് ഓരോ യൂണിറ്റിലും ഏകദേശം 1255 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുണ്ട്. അതുമാത്രമല്ല, ഇത് മൊത്തം പരിപാടി കഴിഞ്ഞാൽ 5000 മെഗാവാട്ടിൻ്റെ വൈദ്യുതി മൊത്തം ഇതിൻ്റെ ലഭിക്കും. ഇതിൻ്റെ നിർമ്മാണം ഇറാൻ്റെ ആണവോർജ്ജ മേഖലയിലും അതുപോലെ റഷ്യൻ്റെ പൊതുമേഖല ആണവോർജ്ജ കോർപ്പറേഷനായിട്ടുള്ള റോസാറ്റോ ആണ് ഇത് ചെയ്തിട്ടുള്ളത്. ചേർന്നാണ് ഈ പദ്ധതി ഇട്ടിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ തന്നെ മറ്റ് പല സഹകരണങ്ങൾ നടക്കുന്നുണ്ട്. പുതിയ ആണവ നിലയത്തിന് പുറമെ ബുഷെയർ അതുപോലെ തന്നെ മറ്റ് ഇപ്പം ഇസ്തഫാനിസ് പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ ചെറിയ അളവിലുള്ള ആണവ നിലയങ്ങൾ നിർമ്മിക്കുക, റേഡിയോ ഫാർമസ്യൂട്ടിക്കൽ ആവശ്യങ്ങൾക്കായിട്ടുള്ള മരുന്നുകൾ ഉണ്ടാക്കുക, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളാണ് ഇറാനും റഷ്യ ഇപ്പോൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഓൾറെഡി സൈൻ ചെയ്ത് കഴിഞ്ഞു. അടുത്ത ആഴ്ച അടുത്ത മീറ്റിങ്ങിൽ പോവുകയാണ്. ഇങ്ങനെ ഇറാൻ അവരുടെ കാര്യങ്ങൾ, അതായത് ഇത്രയും പ്രശ്നങ്ങൾ നിങ്ങൾ അമേരിക്ക ഇസ്രായേൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ഞങ്ങൾ ഓരോ പടിപടിയായിട്ട് മുന്നോട്ട് പോകുന്നത് കാണിച്ച്, ഇത്രയും കാലമൊന്നും നമ്മൾ ഇറാൻ്റെ ന്യൂസൊന്നും എടുത്ത് വായിക്കാത്തോട്ട് അവിടെ എന്താ നടക്കുന്നത് നമുക്കറിയില്ല. ഇപ്പോഴാണ് നമ്മൾ അവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങളും അറിയുന്നത്. അവർക്ക് ഇനിയുള്ള ധാതു സമ്പത്ത് എത്രയുണ്ട്, പ്രകൃതിവാതക സമ്പത്തുകൾ എത്ര, സ്വർണ്ണ ഖനി സമ്പത്തുകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ഈ പറഞ്ഞ ഉപരോധങ്ങൾ കാരണമായിരുന്നു അവർ പിടിച്ചു നിന്ന് ഇത്രയും കാലം. ഇനി അവർ അവരെന്തും ചെയ്യാമെന്ന് റെഡി ആയിട്ട് നിൽക്കുക. മറ്റ് രാജ്യങ്ങൾക്ക് മനസ്സിലായി ഇവരത്ര മോശക്കാരൊന്നുമില്ല, അമേരിക്കക്ക് പോലും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല സൈനികമായിട്ട്. ഒരു സൂപ്പർ പവർ ആണ് ഇറാൻ എന്ന് വീണ്ടും തെളിയിക്കുന്ന കാര്യങ്ങൾ അപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇതൊക്കെയാണ് യുദ്ധത്തിൻ്റെ അപ്ഡേറ്റ് പറയുന്നത്. അമേരിക്ക പറയുന്നതും അല്ലെങ്കിൽ ഇസ്രായേൽ പറയുന്നതും ഒന്നുമല്ല അവിടെ നടക്കുന്നത്. ഇറാൻ പറയുന്ന കാര്യങ്ങളിലോട്ടാണ് കാര്യങ്ങൾ എത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഓരോ ദിവസം കഴിയുന്തോറും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം. അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.